മഹാഭാരത യുദ്ധത്തിന് മുൻപ് കൗരവർ ഉപദേശം തേടാനായി പരശുരാമനെ ക്ഷണിച്ചു. അടുത്ത നിമിഷം തന്നെ പരശുരാമന്റെ തേജസ് ആ കൂടാരത്തിൽ നിറഞ്ഞു. ഗുരുവിനെ കണ്ടപ്പോൾ കർണൻ വിനയത്തോടെ കൈകൾ കൂപ്പി തലകുനിച്ചു. പരശുരാമൻ ദുര്യോധനനെ തീക്ഷ്ണമായി നോക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങി. ദുര്യോധന, യുദ്ധത്തിനായി നീ അണിനിരത്തിയ സേനയെക്കുറിച്ചും നിന്റെ വീരന്മാരെക്കുറിച്ചും ഞാൻ കേട്ടു. എന്നാൽ നീ ഇപ്പോഴും പാണ്ഡവരിലെ ഒരുവനെ, അതായത് അർജുനനെ, ഒരു സാധാരണ മനുഷ്യനായി തെറ്റിദ്ധരിക്കുന്നു. നിന്റെ ചെവി തുറക്കൂ ദുര്യോധന, ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത് കേവലം രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, ഇത് കാലാന്തരങ്ങളായി തുടരുന്ന ഒരു ദിവ്യ നിയോഗമാണ്. പണ്ട് സഹസ്ര കവചൻ എന്ന അസുരൻ തന്റെ 1000 കവചങ്ങളാൽ ലോകത്തെ ഭയപ്പെടുത്തി. ആ കവചങ്ങൾ സൂര്യദേവന്റെ വരത്താൽ വന്നതാണ്. ഒരു കവചം നശിപ്പിക്കുന്നവൻ അതേ നിമിഷം മരിക്കും. ആ അഹങ്കാരിയുടെ മുൻപിൽ ദേവന്മാർ പോലും തലകുനിച്ചു. ആ സമയം യുഗങ്ങൾ തോറും ധർമ്മം സ്ഥാപിക്കാനെത്തുന്ന നാരായണൻ, നരൻ, നാരായണൻ എന്നീ ഇരട്ടകളായി അവതരിച്ചു. അവർ ഒരു പ്രതിജ്ഞ എടുത്തു, ആ അസുരനെ തകർക്കുമെന്ന്. അവർ ഊഴമിട്ട് യുദ്ധം ചെയ്തു. ഒരാൾ ധ്യാനത്തിലിരുന്ന് തപസ്സുകൊണ്ട് ശക്തി സംഭരിക്കുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്യും. ഒരു കവചം തകർക്കും, തൽക്ഷണം മരിക്കും. ധ്യാനം പൂർത്തിയാക്കിയ സഹോദരൻ ഉടൻ തന്നെ മറ്റേയാളെ തന്റെ തപശക്തിയാൽ പുനർജീവൻ നൽകും. യുഗങ്ങൾ നീണ്ട യുദ്ധം. 999 കവചങ്ങൾ അവർ തകർത്തെറിഞ്ഞു. ഓരോ തവണ മരിക്കുമ്പോഴും പുനർജനിക്കുമ്പോഴും അവർ കൂടുതൽ ശക്തരായി. അവസാനത്തെ ഒരൊറ്റ കവചം മാത്രം ശേഷിച്ചു. മരണഭയം പൂണ്ട സഹസ്ര കവചൻ തനിക്ക് വരം നൽകിയ സൂര്യദേവന്റെ തേജസ്സിൽ പോയി അഭയം തേടി. നരനും നാരായണനും ക്ഷമിച്ചില്ല. അവർ ക്രോധത്തോടെ ശാപം നൽകി. ഭീരുവായ നീ ഈ സൂര്യ തേജസ്സിൽ നിന്ന് ഒരു പുത്രനായി ജന്മമെടുക്കും. അന്നും നിനക്ക് ഈ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുകയില്ല. ആ യുഗത്തിൽ ഞങ്ങൾ നിന്നെ വധിക്കും. നിന്റെ അവസാന കവചവും തകരും. പരശുരാമന്റെ ശബ്ദം ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ മാറി. കുറച്ചകലേക്ക് ദുര്യോധനനെ മാറ്റി നിർത്തി പരശുരാമൻ പറഞ്ഞു, അതേ നരൻ തന്നെയാണ് ഈ യുഗത്തിൽ അർജുനനായി ജനിച്ചത്. നാരായണൻ എന്ന ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണനായി അവതാരം എടുത്തിരിക്കുന്നതും. അവർ ഒരുമിച്ച് ചേർന്നാൽ, ഈ 3 ലോകങ്ങൾ ചേർന്നാലും അവരെ തോൽപ്പിക്കാൻ കഴിയുകയില്ല ദുര്യോധന. നീ നിന്റെ പക്ഷത്തേക്ക് നോക്കൂ. നിന്റെ കൂടെ നിർത്തിയിരിക്കുന്ന സൂര്യപുത്രൻ കർണൻ, അവൻ മറ്റാരുമല്ല, 1000 കവചങ്ങൾ ഉണ്ടായിരുന്ന ആ ദമ്പോദ്ഭവൻ എന്ന അസുരൻ തന്നെയാണ്, അതായത് സഹസ്ര കവചൻ. പൂർവ്വജന്മത്തിലെ ശാപം അവനെ പിന്തുടരുകയാണ്. അവനാണ് നിങ്ങളുടെ പരാജയത്തിന്റെ പ്രധാന കാരണം. ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും അവനെ വധിക്കാനായി കാലം കാത്തിരിക്കുകയാണ്. പരശുരാമൻ തന്റെ ദേഷ്യം അടക്കി. ദുര്യോധന, കർണനോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയുക. കാരണം ഈ യുദ്ധം ജയിക്കാനുള്ള നിന്റെ മോഹത്തെ കർണന്റെ പൂർവ്വജന്മം തകർക്കും. നരനാരായണന്മാരോട് ഏറ്റുമുട്ടാനുള്ള ശക്തി ഈ ലോകത്തിൽ ആർക്കുമില്ല. അങ്ങനെ അർജുനനും കൃഷ്ണനും ഭഗവാൻ വിഷ്ണുവിന്റെ നിത്യ സഹചാരികളായ നരനും നാരായണനുമാണെന്നും ഓരോ യുഗത്തിലും ധർമ്മം പുനഃസ്ഥാപിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണെന്ന് പരശുരാമൻ ദുര്യോധനനോട് പറഞ്ഞു. അങ്ങനെ ഇത്രയും പറഞ്ഞ് തന്റെ വാക്കുകൾ ഒരു അന്തിമ താക്കീതായി ദുര്യോധനന്റെ ഹൃദയത്തിൽ തറപ്പിച്ചുകൊണ്ട് പരശുരാമൻ അവിടെ നിന്ന് നടന്നകന്നു. പരശുരാമൻ ദുര്യോധനന് താക്കീത് നൽകിയ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.